ഹലോ, ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് വയറിൻ്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഉടനടി ആശ്വാസം തരുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ നല്ല ഗുണമുള്ള എഫക്റ്റീവായിട്ടുള്ള ഈ ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Welcome to Homemade. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെഡിസിനൽ പ്ലാന്റ്. ഇതിൻ്റെ പേര് പുളിയാറില എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ശാസ്ത്രീയ നാമം ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്നാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വയറിനുണ്ടാകുന്ന ലൂസ് മോഷൻ, അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിനുണ്ടാകുന്ന ഒരു നോവ്, അങ്ങനെ ദഹനക്കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം കൊച്ചു കുട്ടികൾക്ക് വരെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് ഇല അരച്ചിട്ട് മോര് കാച്ചി, നമ്മൾ മോര് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇത് ഇല അരച്ച് ചേർത്ത് നമ്മൾ കാച്ചി കഞ്ഞിയോടൊപ്പം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്തും കൊടുക്കാറുണ്ട് വയറിൻ്റെ പ്രശ്നങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. പുളിയാറില ചെറിയ പുളിപ്പുള്ള ഇലയാണ്, അതുകൊണ്ട് നമ്മൾ പുളിക്ക് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു പിടി പുളിയാറിലയാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പിടിയോളം നിറച്ച് ഞാൻ പുളിയാറില എടുത്തിട്ടുണ്ട്. അര മുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു 2 തണ്ട് വേപ്പില എടുക്കാം. വേപ്പിലയും വയറിന് വളരെ നല്ലതാണ്. അതുപോലെ അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അത് വറുത്ത ജീരകമാണ് നല്ലത്. ഇത് വയറിന് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ജീരകം എന്ന് പറയുന്നത്. വറുത്ത ജീരകം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു 5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകാണ് ഏറ്റവും നല്ലത് വയറിന്. അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് എടുത്താൽ മതി. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. വയറിൻ്റെ ഗ്യാസ് എല്ലാം കുറയാനും ഫുഡ് പെട്ടെന്ന് ദഹിക്കാനും ഇഞ്ചി സഹായിക്കുന്നു. അതുപോലെ തന്നെ വയറിൻ്റെ പ്രശ്നങ്ങൾക്കും ദഹനത്തിനും ഏറ്റവും പരിഹാരം ഉണ്ടാക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. അത് 4 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഒരു 5 അല്ലിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 5 ചുവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിലോ കല്ലിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അരച്ചെടുക്കുക. അതുപോലെ പുളിയാറിലയുടെ തണ്ടോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ എടുത്താൽ മതി. തണ്ടും ഇലയും യൂസ് ചെയ്യാം. നല്ല രീതിയിൽ അരച്ച് എടുക്കുക. അപ്പോൾ തണ്ടെല്ലാം നന്നായിട്ട് അരയണം. ആ രീതിയിൽ അരച്ചെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണിത്. നമ്മുടെ വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ചൂട് കഞ്ഞിയോട് കൂടി കഴിക്കുക. പൊടിയരി കഞ്ഞി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പൊടിയരി കഞ്ഞി ഈ ഒരു ചമ്മന്തിയും കൂട്ടി 3 നേരം വയറിന് പ്രശ്നമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൂസ് മോഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക് യു.